ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ലക്ഷ്യമാക്കി പ്രവർത്തനം തുടങ്ങിയ കുടുംബശ്രീ കരുത്താർജിച്ച് മുന്നേറുകയാണ്. കാർഷിക സാമൂഹിക വികസന പദ്ധതികളിൽ സജീവ സാന്നിധ്യം അറിയിച്ച കുടുംബശ്രീ സ്നേഹനിധി വിതരണം ചെയ്ത് ജീവകാരുണ്യ രംഗത്തും തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലമാക്കി. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. സമസ്ത കേരള ജമയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസല്യാർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. ഭിന്നശേഷിക്കാർക്ക് ആശ്വാസം പകർന്ന് കോർപ്പറേഷന്റെ ഉപകരണ നിർണയ ക്യാമ്പ്. ആയിരങ്ങൾക്ക് സൌജന്യ സഹായം. നിർധന രോഗികൾക്ക് കൈത്താങ്ങായി കുടുംബശ്രീ അംഗങ്ങളുടെ സ്നേഹനിധി. വിതരണോദ്ഘാടനം നിർവഹിച്ച് ഡെപ്യൂട്ടി മേയർ. വാർത്തകൾ വിശദമായി. സമസ്ത കേരള ജമയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസലിയർ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാലയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ടോടെ ഖബറടക്കം നടന്നു. സമസ്ത കേരള ജമയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 6:20 കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കൊണ്ടോട്ടിയിലെ സ്വവസതിയിൽ എത്തിച്ച ശേഷം ഉച്ചയ്ക്ക് 12 മുതൽ ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പൊതുദർശനത്തിന് വെച്ചു. ഖബറടക്കം വൈകിട്ട് 4:30 ദാറുൽ ഹുദ അങ്കണത്തിലാണ് നടന്നത്. മലപ്പുറം ജില്ലയിലെ അതിപ്രശസ്ത പണ്ഡിത കുടുംബമായ ഗാസിയാരകം കുടുംബത്തിൽ ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ പാത്തുമുണ്ണി ദമ്പതികളുടെ ഏക മകനായി 1937 ജനനം. വീടിന് സമീപത്തെ ഗാസിയാരകം പള്ളിയിൽ നിന്നുമായിരുന്നു പ്രാഥമിക പഠനം. കൊണ്ടോട്ടി സ്കൂളിൽ ഭൌതിക പഠനത്തിന് ശേഷം മഞ്ചേരി, ചാലിയം എന്നീ ദർസുകളിൽ മതപഠനം നടത്തി. ഓവങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഓടക്കൽ സൈനുദ്ദീൻകുട്ടി മുസ്ലിയാർ എന്നിവരായിരുന്നു പ്രധാന ഗുരുക്കന്മാർ. പള്ളി ദർസുകളിലെ പഠനത്തിന് ശേഷം ചെറുപ്രായത്തിൽ തന്നെ മുദ്രിസായി സേവനനിരതനായി. 20 വർഷത്തോളം കൊണ്ടോട്ടി കോങ്ങാട് ജുമാ മസ്ജിദിലും 18 വർഷത്തോളം ചെമ്മാട് ജുമാ മസ്ജിദിലും മുദ്രിസായിരുന്നു. 1994 മുതൽ ചെമ്മാട് ദാറുൽ ഹുദയിലായിരുന്നു സേവനം. എം ബഷീർ മുസ്ലിയാരുടെ നിര്യാണത്തോടെ ദാറുൽ ഹുദയുടെ പ്രിൻസിപ്പൽ സ്ഥാനത്തെത്തി. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയായി ഉയർന്നപ്പോൾ അതിന്റെ പ്രോ വൈസ് ചാൻസലറായി. ഇന്ത്യയിലെ തന്നെ മികച്ച മതഭൌതിക കലാലയങ്ങളിലൊന്നാക്കി ദാറുൽ ഹുദയെ മാറ്റിയെടുക്കുന്നതിൽ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. മറയൂർ ബംഗ്ലാത്ത് കമ്മദാജിയുടെ മകൾ മറിയുമ, AR നഗർ സ്വദേശി ഖദിജ എന്നിവർ ഭാര്യമാരാണ്. 1980 സമസ്ത മുഷാവറയിലെത്തിയ ചെറുശ്ശേരി സമസ്ത ഫത്വ കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു. ദീർഘകാലം സമസ്ത ജനറൽ സെക്രട്ടറിയായിരുന്ന ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരുടെ നിര്യാണത്തെ തുടർന്ന് 1996 സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് വൈസ് പ്രസിഡന്റ്, പരീക്ഷാ ബോർഡ് ചെയർമാൻ, സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ്, സുപ്രഭാതം രക്ഷാധികാരി, താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജ് മാനേജർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. നിരവധി മഹല്ലുകളിലെ ഗാസിയായിരുന്നു. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. UDFന്റെ ദുർഭരണത്തിന്റെ ഭാഗമായി യുവജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും അഭ്യസ്തവിദ്യരായ തൊഴിൽ അന്വേഷകർക്ക് PSC നിയമനം നൽകാതെ സർക്കാർ തഴയുകയാണെന്നും CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ. ആയിരങ്ങൾ അണിനിരന്ന യുവജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF സർക്കാരിന്റെ തൊഴിൽ നിഷേധ നയങ്ങൾക്കെതിരെയാണ് DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി പ്രവർത്തകരാണ് പ്രകടനത്തിൽ പങ്കെടുക്കാനെത്തിയത്. UDF സർക്കാരിന്റെ യുവജന വഞ്ചനയിൽ പ്രതിഷേധവുമായി ആയിരക്കണക്കിന് DYFI പ്രവർത്തകരാണ് എത്തിയത്. തൊഴിൽ നിയമനങ്ങൾ മരവിപ്പിക്കുന്ന സർക്കാർ നയം തിരുത്തുക, സ്മാർട്ട് സിറ്റി ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും DYFI ഉന്നയിച്ചു. യുവജന മാർച്ച് CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാഷ് ഉദ്ഘാടനം ചെയ്തു.
UDFന്റെ ദുർഭരണത്തിന്റെ ഭാഗമായി യുവജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് PSC നിയമനം നൽകാതെ സർക്കാർ തഴയുകയാണെന്നും അദ്ദേഹം ആരോപണമുന്നയിച്ചു. ജനവിരുദ്ധതയും നിഷേധ നിലപാടുമാണ് സർക്കാർ സ്വീകരിച്ചത്. ഇടതുഭരണം വന്നെങ്കിൽ മാത്രമേ ഇതിന് മാറ്റമുണ്ടാവുകയുള്ളൂ എന്നും തൊഴിലില്ലാത്ത യുവജനതയ്ക്ക് ഇതിൽ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതി കേസുകൾ കൊണ്ട് കെട്ടിനാറിയിരിക്കുകയാണ് UDF സർക്കാർ എന്നും ഭരണ തുടർച്ചയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി മൌനം പാലിക്കുന്നതിന്റെ കാരണം ഇതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്താണ് ഈ ഗവൺമെന്റിന്റെ ഇന്നോളമുള്ള പ്രവർത്തനത്തിന്റെ നീക്കുബാക്കി എന്ന് പരിശോധിക്കുന്ന ഏതൊരാൾക്കും വട്ടപൂജ്യമാണ് ഉത്തരം. തികഞ്ഞ ജനവിരുദ്ധതയാണ്. യുവജനങ്ങളടക്കമുള്ള ജനങ്ങളോട് നീതീകരിക്കാനാവാത്ത അവഗണനയും നിഷേധ നിലപാടുമാണ് കേരളത്തിലെ ഇന്നത്തെ ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത് എന്ന് കാണാൻ വലിയ പ്രയാസമൊന്നുമില്ല. എന്തായാലും ഒരു 100 സീറ്റോടുകൂടി 100 കുറയാത്ത സീറ്റോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2.5 മാസം കഴിഞ്ഞാൽ ഈ കേരളത്തിൽ അധികാരത്തിൽ വരും. ഞാനിത് വെറുതെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നല്ല. കേരളത്തിന്റെ അവസ്ഥ അതാണ്. ജനങ്ങൾ അവസരം കാത്തു നിൽക്കുകയാണ്. കളക്ടറേറ്റ് പരിസരത്ത് നടന്ന മാർച്ചിൽ ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് SK സജീഷ് അധ്യക്ഷനായിരുന്നു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് നിയാസ്, ജില്ലാ സെക്രട്ടറി P നിഖിൽ, TP ബിനീഷ്, അശ്വിനി ദേവ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭിന്നശേഷിക്കാർക്ക് സാന്ത്വനമായി കോർപ്പറേഷന്റെ ഉപകരണ നിർണയ ക്യാമ്പ്. ക്ഷേമകാര്യ പദ്ധതിയുടെ ഭാഗമായി 3 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധനയ്ക്കു ശേഷമായിരിക്കും അർഹരായ രോഗികളെ നിർണയിക്കുക. ശാരീരിക മാനസിക പരിമിതികളുള്ളവർക്ക് സ്വാന്തനമായി കോർപ്പറേഷന്റെ ഉപകരണ നിർണയ ക്യാമ്പ്. കോർപ്പറേഷന്റെ ക്ഷേമകാര്യ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ക്യാമ്പിൽ മെഡിക്കൽ കോളേജിലെ ഒരു സംഘം ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷമാണ് അർഹരായ രോഗികളെ നിർണയിക്കുന്നത്. സാധാരണഗതിയിൽ രക്ഷിതാക്കൾ ഉപകരണങ്ങൾ ആവശ്യപ്പെട്ടു വരുന്ന പ്രവണതകളായിരുന്നു ഇത്തരം ക്യാമ്പുകളിൽ നടന്നു വന്നിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാവുകയാണ് ഈ ക്യാമ്പെന്ന് സംഘാടകർ അഭിപ്രായപ്പെടുന്നു. വികലാംഗരായിട്ടുള്ള അംഗപരിമിതരുടെ അവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ കൊടുക്കുക. അവർക്ക് ആവശ്യമുള്ള ഉപകരണം തീരുമാനിക്കേണ്ടത് ഡോക്ടർമാരാണ്. ആ ഡോക്ടർമാർ തീരുമാനിക്കാനുള്ള ക്യാമ്പ്, ഉപകരണ നിർണയ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ 75 വാർഡിലെ 3 ദിവസമാക്കിയിട്ട് 1 മുതൽ 25 വാർഡ് വരെ ഇന്നും, നാളെ 26 മുതൽ 50 വാർഡ്, മറ്റന്നാൾ 51 മുതൽ 75 വാർഡും. കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന ഭിന്നശേഷിക്കാർക്കാണ് 3 ദിവസം നീളുന്ന ഈ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. 3 വർഷത്തിനുള്ളിൽ ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവർക്കും മുചക്ര വാഹനങ്ങൾ, ഹിയറിംഗ് എയ്ഡുകൾ, ജന്മന അന്ധരായവർക്കുള്ള കമ്പ്യൂട്ടറുകൾ, IED ഉപകരണങ്ങൾ എന്നിവയ്ക്ക് അർഹരായവരെയായിരിക്കും ക്യാമ്പിൽ തിരഞ്ഞെടുക്കുക. മെഡിക്കൽ കോളേജിലെ ENT ഓർത്തോ വിഭാഗം, AWH ടെക്നീഷ്യൻസ്, വികലാംഗ കോർപ്പറേഷന്റെ ടെക്നീഷ്യൻസ് തുടങ്ങിയവരാണ് ക്യാമ്പിൽ പരിശോധനയ്ക്ക് നേതൃത്വം വഹിക്കുന്നത്. കൂടാതെ ശിശുവികസന പദ്ധതി ഓഫീസർ ഹൈറുന്നിസ, സൂപ്പർവൈസർമാരായ സബിത, ഷൈനി, സോഷ്യൽ വർക്കർമാരായ അനിൽകുമാർ, പ്രശാന്ത്, ബാലൻ കാട്ടുങ്ങൽ, അംഗൻവാടി അധ്യാപികമാർ, ആരോഗ്യവകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബുരാജ്, സാമൂഹികക്ഷേമ വകുപ്പ് ചെയർപേഴ്സൺ അനിത രാജൻ തുടങ്ങിയവർക്കാണ് ക്യാമ്പിന്റെ മൊത്തം ചുമതലയുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുടുംബശ്രീയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മികച്ച മാതൃകയാണ് സ്നേഹനിധി പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷനു കീഴിലെ കുടുംബശ്രീ സെൻട്രൽ CDSന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ധനസഹായ വിതരണം ഡെപ്യൂട്ടി മേയർ മീര ദർശക് നിർവഹിച്ചു. സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വലിയ പങ്കാണ് കുടുംബശ്രീക്കുള്ളത്. 40 ലക്ഷം സ്ത്രീകൾ അംഗമായ കരുത്തുറ്റ സ്ത്രീ പ്രസ്ഥാനമാണ് ഇന്ന് കുടുംബശ്രീ. കുടുംബശ്രീയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മികച്ച മാതൃകയാണ് സ്നേഹനിധി പദ്ധതി. കോഴിക്കോട് കോർപ്പറേഷനു കീഴിലെ കുടുംബശ്രീ സെൻട്രൽ CDSന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ധനസഹായ വിതരണം നിർധനരായ രോഗികൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. പുതിയറ SK സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന പരിപാടി ഡെപ്യൂട്ടി മേയർ മീര ദർശക് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ പാവപ്പെട്ട രോഗികൾക്ക് കൈത്താങ്ങാവാൻ കുടുംബശ്രീ നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അവർ പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ അയൽക്കൂട്ടത്തിന് സാധിച്ചു. സ്നേഹനിധി പദ്ധതിയിലൂടെ പാവപ്പെട്ട രോഗികൾക്ക് സാന്ത്വനവും ആശ്വാസവും ലഭിക്കുമെന്നും കുടുംബശ്രീയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് പദ്ധതി മുതൽക്കൂട്ടാവുമെന്നും അവർ കൂട്ടിച്ചേർത്തു. അതിന് നിസ്വാർത്ഥമായിട്ടുള്ള സേവനം നമ്മുടെ കുടുംബശ്രീയിലെ എല്ലാ അംഗങ്ങൾക്കും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഓരോ പ്രദേശത്ത് തന്നെ ഇത്തരത്തിലുള്ള നമ്മളെ ഏത് രീതിയിൽ നമ്മളെ ബോധവൽക്കരണം കൊടുക്കണം, അത്തരം പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ മുഴുകിക്കൊണ്ട് മഴക്കാലം വരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഓരോ അയൽക്കൂട്ടങ്ങളിലും പരിധിക്കുള്ളിലും അതോടൊപ്പം തന്നെ ഓരോ ഏരിയസിന്റെ പരിധിക്കുള്ളിലും തന്നെ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച തുകയാണ് സ്നേഹനിധി പദ്ധതിയിലൂടെ പാവപ്പെട്ട രോഗികൾക്ക് കൈമാറിയത്. ജില്ലയിലെ വിവിധ വാർഡുകളിൽ നിന്ന് അർഹരായവരെ കണ്ടെത്തിയാണ് സഹായം നൽകുക.
ഇത്തവണ 19 പേർക്കാണ് സ്നേഹനിധി പദ്ധതിയിലൂടെ ധനസഹായം ലഭിച്ചത്. ചടങ്ങിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അനിത രാജൻ അധ്യക്ഷയായിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബുരാജ്, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV ലളിതപ്രഭ, കൌൺസിലർമാരായ MM പത്മാവതി, M സെലീന, TR ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത് കുമാർ, ജില്ലാ എയ്ഡ്സ് കൺട്രോൾ യൂണിറ്റ് സൂപ്പർവൈസർ സാദിഖ് കോട്ടക്കൽ തുടങ്ങിയവർ എയ്ഡ്സ് ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. All I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Bobby Chemanur International Jewelers. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്തുപാലം ഗ്രൌണ്ടിൽ. ഹാൻഡ്വീവ് മൂല്യവർദ്ധിത ഹാൻഡ്ലൂം തുണിത്തരങ്ങൾ, കോട്ടൺ സാരികൾ, സെറ്റ് മുണ്ടുകൾ, ധോത്തികൾ, കൈലികൾ, കിടക്കവിരികൾ, ഫർണിഷിംഗുകൾ, ഫ്ലോർ മാറ്റുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം. 1000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ വിൽപ്പനയ്ക്കും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് 1000 രൂപ വിലയുള്ള കൈത്തറി വസ്ത്രങ്ങൾ സമ്മാനം. 20% സർക്കാർ റിബേറ്റ്. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ മെഗാ സമ്മാനങ്ങൾ. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്തുപാലം ഗ്രൌണ്ടിൽ മാർച്ച് 5 വരെ മാത്രം. വരൂ വരൂ. എന്താ വേണ്ടത് മാഡം? ബാംഗിൾസ് ഒന്ന് നോക്കണം. ഓ പിന്നെന്താ, നിറയെ പഴയ കടയാ, എല്ലാ ഡിസൈൻസും ഇവിടെ ഉണ്ടാവും. ഇത് നോക്ക. കുറച്ചുകൂടെ ബെറ്റർ. ഓ പിന്നെന്താ. എനിത്തിങ് ട്രെൻഡി ആൻഡ് മോഡേൺ? ഓ ഉണ്ടല്ലോ, ആയിരക്കണക്കിന്. അതെ, ഇവിടെ അല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ടില് അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം. ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, ഡെയിലി വെയർ ഡിസൈനുകൾ. ഗ്രാമിന് 100 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അഡ്വാൻസ് ബുക്കിംഗിന് പ്രത്യേക ആനുകൂല്യങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വാർത്തകൾ തുടരുന്നു. 34ാം അഖില കേരള നഴ്സറി കലോത്സവത്തിന് സമാപനമായി. സൌഹൃദത്തിന്റെയും കുസൃതിയുടെയും 2 ദിനങ്ങൾ കടന്നത് കൊച്ചു കലാപ്രതിഭകളുടെ നടന വൈഭവങ്ങളിലൂടെയായിരുന്നു. കുസൃതിക്കുരുന്നുകളുടെ കളിയും ചിരിയും നിറഞ്ഞ കോഴിക്കോട് ടാഗോർ ഹാൾ ആഘോഷത്തിമർപ്പിലാണ്. കടുത്ത മത്സര പോരാട്ടങ്ങളൊന്നും ഇവിടെയില്ല. സൌഹൃദത്തിനും കുസൃതിക്കുമാണ് പ്രാധാന്യം. 34ാം അഖില കേരള നഴ്സറി കലോത്സവത്തിൽ ആടിയും പാടിയും പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയത് സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകളാണ്. ഗീതാഞ്ജലി, പുഷ്പാഞ്ജലി, രാഗാഞ്ജലി, വർണ്ണാഞ്ജലി എന്നീ 4 വേദികളിലാണ് പരിപാടികൾ അരങ്ങേറിയത്. സംസ്ഥാനത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി 135ഓളം സ്കൂളുകളിൽ നിന്നായി 1300ഓളം കലാപ്രതിഭകളാണ് 16 ഇനങ്ങളിലായി നടന്ന മത്സരത്തിൽ മാറ്റുരച്ചത്. ത്തിന്റെ 2ാം ദിനം സിനിമാറ്റിക് ഡാൻസ്, ഒപ്പന, ഫാൻസി ഡ്രസ്, ആക്ഷൻ സോങ് ഇംഗ്ലീഷ്, ലൈറ്റ് മ്യൂസിക്, റെസിറ്റേഷൻ ഇംഗ്ലീഷ് മലയാളം, സിനിമാറ്റിക് ഡാൻസ് സോളോ, മോണോ ആക്ട് എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. സമാപന സമ്മേളനത്തിൽ മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ADGP നിതിൻ അഗർവാൾ മുഖ്യാതിഥിയായിരുന്നു. കലയുടെ സ്വാദ് തേടിയെത്തുന്ന കോഴിക്കോട്ടുകാർക്ക് മറക്കാൻ കഴിയാത്ത ഓർമ്മകളും കുസൃതി നിറഞ്ഞ പുഞ്ചിരിയും സമ്മാനിച്ചാണ് കുരുന്നുകൾ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചേട്ടന്മാരും ചേച്ചിമാരും അരങ്ങ് തകർക്കുമ്പോൾ ഭാവിയിൽ സ്റ്റേജിൽ കയറേണ്ടവർ അല്പം വമ്പത്തരമൊക്കെയായി കലോത്സവ നഗരിയിൽ വിളയാടി. ചിലർ കുമ്പച്ചൂടിൽ തണുപ്പു നുണഞ്ഞ് മത്സരവിധിക്കായി കാതോർത്തിരുന്നു. സിനിമയും സീരിയലുമെല്ലാം കുട്ടികളെ ഏറെ സ്വാധീനിക്കുന്ന വിഷയങ്ങളാണ്. ഇത്തരം വിഷയങ്ങൾ തന്നെയായിരുന്നു കുരുന്നു താരങ്ങളിൽ ഭദ്രമാക്കി രക്ഷിതാക്കൾ അവതരണത്തിനായി എത്തിച്ചത്.
അവതാരകരുടെ മുഖത്ത് വലിയ ഭാവങ്ങൾ വിരിഞ്ഞില്ലെങ്കിലും പരിപാടി കഴിഞ്ഞ് നന്ദി പറയുന്നതുവരെ രക്ഷിതാക്കൾ വേദിക്ക് അഭിമുഖമായി നിന്ന് പരിപാടികൾ ഭംഗിയായി അവതരിപ്പിച്ചു. മൊയ്തീനും കാഞ്ചനയും ഒന്നും ആകാൻ കഴിഞ്ഞില്ലെങ്കിലും ശാരദാംബരം അവർ മുഖ്യവേദിയിൽ തകർത്താടി. യാരിയാൻ, രാഗിണി MM2 എന്നീ ഹിന്ദി ചിത്രങ്ങളിലെ ഗാനങ്ങളിൽ സദസ്സും കുട്ടികൾക്കൊപ്പം ചേർന്നു. ചേട്ടന്മാരും ചേച്ചിമാരും അരങ്ങ് തകർക്കുമ്പോൾ ഭാവിയിൽ സ്റ്റേജിൽ കയറേണ്ടവർ അല്പം വമ്പത്തരമൊക്കെയായി കലോത്സവ നഗരിയിൽ വിളഞ്ഞാടി. ചിലർ കുമ്പച്ചൂടിൽ തണുപ്പ് നുണഞ്ഞ് മത്സരവിധി കാതോർത്തിരുന്നു. കോഴിക്കോട്ടെ ചിത്രാഞ്ജലി കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ രജിലേഷിനൊപ്പം സജീഷ് കുമാർ തറയിൽ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോകക്ഷേമത്തിനു വേണ്ടി ദുർഗാലക്ഷ്മി സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തിനായുള്ള പ്രാർത്ഥനയിലാണ് തളി ബ്രാഹ്മണ സമൂഹ മഠം. ദക്ഷിണേന്ത്യയിലെ 12 പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിൽ 5 ദിവസം നീളുന്ന ശതചണ്ഡിക ഹോമമാണ് ഇവിടെ നടന്നുവരുന്നത്. ലോകക്ഷേമാർത്ഥം ദുർഗാലക്ഷ്മി സരസ്വതി ദേവിയുടെ അനുഗ്രഹാശിസുകൾക്കായാണ് തളി ബ്രാഹ്മണ സമൂഹമഠത്തിൽ 5 ദിവസം നീളുന്ന ശതചണ്ഡികാ ഹോമം നടന്നുവരുന്നത്. ദക്ഷിണേന്ത്യയിലെ 12 പുരോഹിതരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ. ചണ്ഡികാദേവിയെ കലശങ്ങളിൽ ആവാഹിച്ച് ദേവീ മഹാത്മ്യത്തിലെ 13 അധ്യായങ്ങൾ വേദപണ്ഡിതർ 100 തവണ ഉരുവിടുന്നതാണ് 5 ദിവസത്തെ വിശേഷാൽ ചടങ്ങുകളെ ഭക്തി നിർഭരമാക്കുന്നത്. ഷൊർണൂർ ചന്ദനശ്ശേരി മഠത്തിലെ CN നടരാജൻ ദമ്പതികളുടെ ആവശ്യാർത്ഥമാണ് ഹോമങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്. ലോകക്ഷേമത്തിലൂടെ മാത്രമേ കുടുംബൈശ്വര്യസ്ഥിതി പ്രാപ്യമാകൂ എന്ന വിശ്വാസമാണ് ഇദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. യജ്ഞത്തെക്കുറിച്ച് നടരാജൻ: സുദർശന ഹോമമായിരുന്നു ഇന്നലെ. ഇന്ന് ധന്വന്തരി ഹോമം, സൂക്കടൊന്നുമില്ലാതിരിക്കാൻ. ഇതൊക്കെ ആർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുമോ അവർക്കൊക്കെ പങ്കെടുത്താൽ എല്ലാവർക്കും ഇതിന്റെ ഗുണം കിട്ടും. ഇപ്പൊ ഒരാൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ ചെയ്യേണ്ടത്, എല്ലാവരും നാട്ടുകാർക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഒരു സൗഖ്യമാവാൻ വേണ്ടിയിട്ടുള്ള പൂജയാണ്. ഗോപൂജ, കന്യകാപൂജ, സുമംഗലി പൂജ, ദമ്പതി പൂജ, വസോർധാര തുടങ്ങിയവയിലൂടെയാണ് ശതചണ്ഡികാ ഹോമത്തിന്റെ ലക്ഷ്യപ്രാപ്തി സാധ്യമാകുന്നത്. പശുദേഹത്തിലെ എല്ലാ ദേവതകൾക്കും നദികൾക്കും ഓരോ മന്ത്രങ്ങളിലൂടെ പൂജ നടത്തുന്നതാണ് ഗോപൂജ. ഭക്തി കൊണ്ട് പാപങ്ങൾ കഴുകിക്കളഞ്ഞ് സമൂഹത്തിലെ ദാരിദ്ര്യ ദുഃഖങ്ങൾ അകറ്റുന്നതിനായാണ് ഗോപൂജ നടത്തുന്നത്. സുമംഗലികളായ 9 പെൺകുട്ടികളെ പീഠത്തിൽ ഇരുത്തിയുള്ള സുമംഗലി പൂജയോടും വസൂർധാരയോടും കൂടിയാണ് 5 ദിവസത്തെ വിശേഷാൽ പൂജകൾക്കും ചടങ്ങുകൾക്കും സമാപനമാകുക. വസൂർധാരയിലെ ഹോമദർശനങ്ങളിലൂടെ അഭീഷ്ടസിദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. മൈസൂരിലെ മണിവാദ്യാർ, കോഴിക്കോട് രഘുവാദ്യാർ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജകളും ഹോമങ്ങളും നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തങ്ങൾക്ക് അവകാശപ്പെട്ട വീട്ടിൽ മനസമാധാനത്തോടെ ജീവിക്കാൻ നിയമയുദ്ധം നടത്തുകയാണ് ഒരു കുടുംബം. പ്രായപൂർത്തിയായ പെൺമക്കളെ സുരക്ഷിതരാക്കാൻ നിയമത്തിന്റെയും നീതിപീഠത്തിന്റെയും കരുണ പ്രതീക്ഷിച്ചു കഴിയുകയാണ് വെള്ളിമാടുകുന്ന് കക്കട്ടിൽ വീട്ടിൽ രാജനും ഭാര്യ കോമളവല്ലിയും. എനിക്ക് അവകാശപ്പെട്ട ഒരു തറവാട് വീടുണ്ട്. അതിലെനിക്ക് ഷെയർ വന്നതാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തോട് ചേർന്ന വസ്തുവാണത്. അതിൽ ഒരു AL രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് അത് വാങ്ങിയെന്ന് പറഞ്ഞ് അയാൾ എൻ്റെ പേരിൽ 3-4 കേസ് കൊടുത്തു. അതെല്ലാം എനിക്ക് അനുകൂലമായി വന്നു. അയാൾ വീണ്ടും എൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് ഇപ്പം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വനിതാ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ സ്വത്തിൽ തനിക്ക് അവകാശപ്പെട്ടിട്ടുള്ള ഓഹരിയിലെ വീട്ടിലാണ് വെള്ളിമാടുകുന്ന് കക്കട്ടിൽ വീട്ടിൽ കോമളവല്ലിയും ഭർത്താവും 2 പെൺമക്കളും താമസിക്കുന്നത്. എന്നാൽ അർദ്ധ സഹോദരന്റെ വൈരാഗ്യത്തിന് ഇരയായി ഈ ഓഹരി തനിക്ക് അവകാശപ്പെടുത്താൻ നിയമത്തിന്റെ കരുണ കാക്കുകയാണ് മകൾ കോമളവല്ലി. ജ്യേഷ്ഠന്റെ പ്രേരണ മൂലമാണ് മറ്റൊരാൾ ഈ സ്വത്തിൽ അവകാശമുന്നയിച്ചതെന്ന് കോമളവല്ലി പറയുന്നു. ഗുണ്ടായിസവും സാമൂഹ്യവിരുദ്ധ പ്രവർത്തികളും ശീലമാക്കിയ ഇയാളുടെ ശല്യം മൂലം പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ലെന്നും തങ്ങളെ എല്ലാ രീതിയിലും ചൂഷണം ചെയ്യുകയാണെന്നും പെൺകുട്ടികൾ പറഞ്ഞു. ഇയാൾക്കെതിരെ നിരന്തരം പരാതികൾ നൽകിയെങ്കിലും സ്വാധീനമുള്ളതിനാൽ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും രാജൻ പറഞ്ഞു. അക്രമികളുടെ കൈകളിൽ നിന്നും തന്നെയും ഭാര്യയെയും പെൺമക്കളെയും രക്ഷപ്പെടുത്താൻ അധികൃതർ സഹായിക്കുമെന്നാണ് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. I need is you by my side, so shine
forever world's finest gold. You will never be far like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. വാർത്തകൾ തുടരുന്നു. ഇൻഷുറൻസ് പ്രീമിയത്തിന് മേൽ നടപ്പാക്കിയ സർവീസ് ചാർജ് ഇൻഷുറൻസ് മേഖലയെ സാരമായി ബാധിച്ചുവെന്ന് ഓൾ ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് എംപ്ലോയീസ് ഫെഡറേഷൻ ദ്വിവാർഷിക അഖിലേന്ത്യാ സമ്മേളനത്തെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഈ അടുത്ത കാലത്തായിട്ട് സർവീസ് ടാക്സും കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സർവീസ് ടാക്സ് വലിയൊരു പ്രീമിയത്തിൽ വലിയൊരു വർധനവുണ്ടാക്കുന്നതാണ്. അതും ഈ ബിസിനസ് താഴോട്ട് പോകുന്നതിനൊരു കാരണമായിട്ടുണ്ട്. അപ്പോൾ അത് ആ സർവീസ് ടാക്സ് എടുത്തു കളയണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. ഓൾ ഇന്ത്യ നാഷണൽ ലൈഫ് ഇൻഷുറൻസ് എംപ്ലോയീസ് ഫെഡറേഷൻ INTUC-യുടെ ദ്വൈവാർഷിക അഖിലേന്ത്യാ സമ്മേളനം ഫെബ്രുവരി 20-21 തീയതികളിൽ കോഴിക്കോട് മലബാർ പാലസിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന 500ഓളം പ്രതിനിധികളും നിരീക്ഷകരും സമ്മേളനത്തിൽ പങ്കെടുക്കും. ഫെബ്രുവരി 20 നടക്കുന്ന സമ്മേളനം INTUC-യുടെ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ N. സഞ്ജീവ റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. ഇൻഷുറൻസ് മാർക്കറ്റിൽ രൂക്ഷമായ മത്സരം നേരിടുന്ന സന്ദർഭത്തിൽ LIC-യെ കൂടുതൽ ശക്തിപ്പെടുത്താൻ എടുക്കേണ്ട നടപടികളെക്കുറിച്ചും കേന്ദ്ര സർക്കാർ പിന്തുടരുന്ന തൊഴിലാളി വിരുദ്ധ കോർപ്പറേറ്റ് അനുകൂല സാമ്പത്തിക നയങ്ങൾക്കെതിരെ മറ്റ് തൊഴിലാളി വിഭാഗങ്ങളുമായി യോജിച്ച് സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യുമെന്നും അഡ്വക്കേറ്റ് M. രാജൻ, K. അനന്തൻ നായർ, K. രാജീവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാറാരോഗങ്ങൾ തീരാ ദുരിതം തീർക്കുമ്പോഴും സുബ്രഹ്മണ്യനും കുടുംബവും ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ്. നിത്യവൃത്തിക്ക് വകയില്ലാതായതോടെ കുടുംബത്തിന്റെ ചികിത്സയും മുടങ്ങി. BPL റേഷൻ കാർഡിലെ ആനുകൂല്യങ്ങളുടെ ആശ്വാസത്തിനായി സുബ്രഹ്മണ്യൻ മുട്ടാത്ത വാതിലുകളില്ല, കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. 5 വർഷമായി ക്യാൻസർ രോഗി, ഹൃദ്രോഗിയായ മകൾ, പണിതീരാത്ത വീട്. പക്ഷേ സുബ്രഹ്മണ്യനും കുടുംബവും ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ്. കൊയിലാണ്ടി അരിക്കുളം ഗ്രാമപഞ്ചായത്തിലെ തീയം പുതുക്കുടിത്താഴെ സുബ്രഹ്മണ്യനാണ് മാരക രോഗത്തോട് മല്ലിടുമ്പോഴും അവഗണനയെ അനുഭവിക്കുന്നത്. പണമില്ലാത്തതിനാൽ തന്റെയും മകളുടെയും ചികിത്സ മുടങ്ങിയതിന്റെ ദുഃഖം പണിതീരാത്ത വീടിന്റെ ഉമ്മറത്തിരുന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും സുബ്രഹ്മണ്യന്റെ കണ്ണുകൾ നിറഞ്ഞു. റേഷൻ കാർഡ് BPL ആയിരുന്നാൽ തന്റെ കുത്തിവെപ്പും മരുന്നും സൗജന്യമായി കിട്ടുമായിരുന്നു. മകളുടെ ചികിത്സയ്ക്കും സഹായം ലഭിക്കും. പിന്നെ കുറച്ച് അരിയും കിട്ടുമായിരുന്നു. ഇതിനായി പലതവണ പല ഓഫീസുകളും കയറിയിറങ്ങി. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ 2 പ്രാവശ്യം പോയി. കളക്ടറെയും കണ്ടു. പക്ഷെ ആരും തന്റെ ദുരിതം മനസ്സിലാക്കിയില്ല. ഒരു നേരത്തെ അന്നത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഞങ്ങളെങ്ങനെയാണ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാകുന്നതെന്ന് സുബ്രഹ്മണ്യൻ ചോദിക്കുന്നു. 2015 ഡിസംബറിൽ ഞാൻ 2ാമത് കളക്ടറെ അടുത്ത് പോയി. റേഷൻ കാർഡ് താഴെ കിട്ടാൻ വേണ്ടിയിട്ട് അന്നേരം പറഞ്ഞ് താഴെ ജില്ലാ സപ്ലൈ ഓഫീസിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അവിടെ കൊണ്ടു കൊടുത്ത പറഞ്ഞ് 2015 ജനുവരി 10 കാർഡ് വാങ്ങിക്കുമെന്നാണ്. അങ്ങനെ കാർഡ് വരും വിചാരിച്ച് കൊയിലാണ്ടി സപ്ലൈ ഓഫീസിൽ പോയാൽ കാർഡ് കിട്ടുമെന്ന്. അങ്ങനെ ഞാനൊരു 6 പ്രാവശ്യം അവിടെ പോയി. 5-6 അവിടെ വന്നില്ല എന്നറിയും. തിരുവനന്തപുരം RCC-യിലാണ് സുബ്രഹ്മണ്യന്റെ ചികിത്സ. 3 മാസത്തിലൊരിക്കൽ 8000 രൂപയുടെ കുത്തിവയ്പ് എടുക്കണം. കാർഡ് BPL ആയിരുന്നെങ്കിൽ ഈ തുക വേണ്ട. കടം വാങ്ങാൻ ഇനി ഇടമൊന്നും ബാക്കിയില്ലാത്തതിനാൽ ഡിസംബറിൽ എടുക്കേണ്ട കുത്തിവയ്പ് മുടങ്ങി. ഹൃദ്രോഗിയായ മകൾ ആരതിക്ക് 2008 മംഗലാപുരത്ത് വെച്ചാണ് ശസ്ത്രക്രിയ നടത്തിയത്. തുടർ ചികിത്സ നിർബന്ധമാണെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ രോഗം തകർത്ത കുടുംബത്തിന്റെ ദുരിതക്കയം ഈ 7ാം ക്ലാസ്സുകാരിയുടെ സ്വപ്നങ്ങളെയും മുക്കിക്കളഞ്ഞു. തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്ന സുബ്രഹ്മണ്യന് 2010 ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. അന്നു മുതൽ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. മഞ്ഞും മഴയും വകവയ്ക്കാതെ പുലർച്ചെ നടത്തുന്ന പത്രവിതരണം മാത്രമാണ് ഇപ്പോഴത്തെ വരുമാനം. അതിൽ നിന്നും കിട്ടുന്ന നാണയത്തൊട്ടുകൾ കൊണ്ടാണ് 3 മക്കൾ ഉൾപ്പെടെ 5 പേരടങ്ങുന്ന കുടുംബം കഴിയുന്നത്. പഞ്ചായത്ത് 3 ആടുകളെ നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വരുമാനമൊന്നും ലഭിക്കാറായിട്ടില്ല. ഈ ദുരിതകഥകളെല്ലാം പറഞ്ഞ് നിരവധി തവണ അധികൃതരുടെ വാതിലിൽ മുട്ടിയെങ്കിലും സുബ്രഹ്മണ്യന്റെ വിളി കേൾക്കാൻ ആരും തയ്യാറായില്ല. വില്ലേജ് ഓഫീസ് മുതൽ ജനസമ്പർക്ക പരിപാടി വരെ സുബ്രഹ്മണ്യൻ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. കാരുണ്യത്തിന്റെ കണിക പോലും കാട്ടാതെ നിയമത്തിന്റെ നൂലാമാലകളാണ് ഉദ്യോഗസ്ഥർ സുബ്രഹ്മണ്യന്റെ മുന്നിൽ തുറന്നുവെച്ചത്. 2ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺമക്കളും +2 പഠിക്കുന്ന മകനും ഭാര്യ ദേവിയും അടങ്ങുന്നതാണ് സുബ്രഹ്മണ്യന്റെ കുടുംബം. രോഗവും ദാരിദ്ര്യവും തകർത്ത തന്റെ കുടുംബത്തിന് അർഹമായ ആനുകൂല്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ പട്ടികജാതി യുവാവ്. ക്യാമറമാൻ ശൈലേഷിനൊപ്പം സജീഷ് കുമാർ തറയിൽ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗം നടത്തുന്ന തുടർ വിദ്യാഭ്യാസ പരിപാടിയായ ഇന്റേണൽ മെഡിസിൻ അപ്ഡേറ്റ് ഫെബ്രുവരി 20-21 തീയതികളിൽ നടക്കും. 500-ൽ പരം ഡോക്ടർമാർ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു.
കോഴിക്കോട് മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗം വർഷാവർഷം നടത്തിവരുന്ന തുടർ വിദ്യാഭ്യാസ പരിപാടിയായ ഇന്റേണൽ മെഡിസിൻ അപ്ഡേറ്റ് ഈ വർഷം ഫെബ്രുവരി 20-21 തീയതികളിൽ IMCH ഗോൾഡൻ ജൂബിലി ഹാളിൽ വെച്ച് നടത്തും. കേരളത്തിലുടനീളമുള്ള 500-ൽ പരം ഡോക്ടർമാർ ഇതിൽ പങ്കെടുക്കും. കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള ഡോക്ടേഴ്സ് വിവിധ വിഷയങ്ങളെക്കുറിച്ച് പഠന ക്ലാസുകൾ നടത്തും. കേരളത്തെ അലട്ടുന്ന ഡെങ്കിപ്പനി, കുരങ്ങുപനി എന്നിവയെക്കുറിച്ചും ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കുന്ന സിക്ക വൈറസിനെക്കുറിച്ചും പ്രത്യേക ചർച്ചകൾ ഉണ്ടായിരിക്കും. മെഡിസിൻ വിഭാഗം എല്ലാ വർഷവും പുറത്തിറക്കുന്ന ക്ലിനിക്കൽ പ്രോസ്റ്റേറ്റിക് ജേണലിന്റെ പ്രകാശനം മുഖ്യാതിഥി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PV നാരായണൻ നിർവഹിക്കുമെന്നും ഡോക്ടർ NK തുളസീധരൻ, ഡോക്ടർ ജയേഷ് തുടങ്ങിയവർ പറഞ്ഞു. പൊള്ളുന്ന യാഥാർത്ഥ്യം ജനങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ തന്റെ ഇടം കാണിച്ചു എന്നതിന്റെ പേരിലാണ് പാപ്പിനിശ്ശേരിയിൽ സുജിത്തിനെ CPM കൊലക്കത്തിക്ക് ഇരയാക്കിയതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ. ഹിന്ദു ഐക്യവേദി നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർണേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ പ്രതിഷേധമിരമ്പി. പാപ്പനശ്ശേരിയിലെ RSS പ്രവർത്തകനായ അരോളി സുജിത്തിനെ കൊന്ന നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹിന്ദു സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം സ്റ്റേഡിയം പരിസരത്തു നിന്നും ആരംഭിച്ച് നഗരം ചുറ്റി കിഡ്സം കോർണറിൽ സമാപിച്ചു. പ്രതിഷേധ യോഗം BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പൊള്ളുന്ന യാഥാർത്ഥ്യം ജനങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ തന്റെ ഇടം കാണിച്ചു എന്നതിന്റെ പേരിലാണ് ഒരു യുവാവിനെ സാംസ്കാരിക കേരളം ഇതുവരെ കേട്ടിട്ടില്ലാത്ത രൂപത്തില് 20ഓളം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ ചേർന്ന് പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെ അടിച്ചു വന്നിരിക്കുന്നത് അത് അച്ഛന്റെയും അമ്മയുടെയും സഹോദരന്മാരുടെയും മുമ്പിൽ വെച്ച്. P ഹരീഷ് കുമാർ, അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു, KV വത്സകുമാർ, T സുധീഷ്, അനിൽ മായനാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന മദ്രസ സർഗമേള ഫെബ്രുവരി 21 പാലക്കാട്ട് നടക്കും. ഷാഫി പറമ്പിൽ MLA ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ 1200 മദ്രസകളിൽ നിന്നായി മത്സരിച്ച് ജില്ലാതലത്തിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടിയ പ്രതിഭകളുടെ KNM സംസ്ഥാനതല മദ്രസ സർഗമേള ഫെബ്രുവരി 21 പാലക്കാട് PMA കോളേജിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KNM സംസ്ഥാന സർഗമേള ഷാഫി പറമ്പിൽ MLA ഉദ്ഘാടനം ചെയ്യും. KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കായ മദനി അധ്യക്ഷത വഹിക്കും. ചിൽഡ്രൻ, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 1000-ൽ പരം കലാപ്രതിഭകൾ പങ്കെടുക്കും. കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പിന്റെ ഭാഗമായാണ് ഈ വർഷത്തെ സർഗമേള നടക്കുന്നതെന്നും ഡോക്ടർ സുൽഫിക്കർ അലി പറഞ്ഞു. കിഴക്കേ നടക്കാവ് ചോമത്തുപറമ്പിൽ 16 സെന്റ് കോർപ്പറേഷൻ സ്ഥലത്തെ കയ്യേറ്റം ഒഴിപ്പിക്കാത്തതിനെതിരെ ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ജനകീയ ധർണ നടത്തി. കേരള കോൺഗ്രസ് M ജില്ലാ ജനറൽ സെക്രട്ടറി NV ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പ്രശ്ന പരിഹാരമായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നാണ് കമ്മിറ്റി തീരുമാനം. കോഴിക്കോട് കോർപ്പറേഷനിൽ 55ാം ഡിവിഷനിലെ നടക്കാവ് ചോമത്തുപറമ്പിലാണ് കോർപ്പറേഷന്റെ കയ്യിലിരിക്കുന്ന 16 സെന്റ് ഭൂമാഫിയ കയ്യേറിയതായി ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നത്. ഒരു സെന്റിന് 20 ലക്ഷത്തോളം രൂപ വരുന്ന ഭൂമിയാണ് സ്വകാര്യ വ്യക്തിയുടെ കൈവശത്തിലായത്. ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടക്കാവിലെ ജനകീയ പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി സമരം ആരംഭിച്ചു. ഇതേ തുടർന്ന് വിജിലൻസ്, റവന്യൂ വകുപ്പ്, കോർപ്പറേഷൻ എന്നിവർ അന്വേഷണം നടത്തി. ഭൂമി കോർപ്പറേഷന്റേത് തന്നെയെന്ന് ഇവർ അന്വേഷണത്തിൽ ഉറപ്പുവരുത്തി. നാളിതുവരെയായിട്ടും ഈ ഭൂമി തിരിച്ചുപിടിക്കുവാൻ കോർപ്പറേഷൻ നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ ജനകീയ ധർണ സംഘടിപ്പിച്ചത്. കേരള കോൺഗ്രസ് M ജില്ലാ ജനറൽ സെക്രട്ടറി NV ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വമ്പൻ മുതലാളിമാർക്ക് വേണ്ടി 16 സെന്റ് കോർപ്പറേഷൻ സ്ഥലം കയ്യേറിയ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും താൽപര്യം കാണിക്കുന്നില്ലെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നു. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ KP വിജയകുമാർ അധ്യക്ഷനായിരുന്നു. കൌൺസിലർ P കൃഷ്ണൻചന്ദ്, കൺവീനർ C പ്രശാന്ത് കുമാർ, P ജംഷിദ്, KP സത്യകൃഷ്ണൻ, P അനിൽ ബാബു, PM പ്രേമരാജൻ, ഷൈബു കാമ്പ്രം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമസ്ത കേരള ജമയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസല്യാർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. ഭിന്നശേഷിക്കാർക്ക് ആശ്വാസം പകർന്ന് കോർപ്പറേഷന്റെ ഉപകരണ നിർണയ ക്യാമ്പ്. 1000ങ്ങൾക്ക് സൗജന്യ സഹായം.
നിർധന രോഗികൾക്ക് കൈത്താങ്ങായി കുടുംബശ്രീ അംഗങ്ങളുടെ സ്നേഹനിധി വിതരണോദ്ഘാടനം നിർവഹിച്ച് ഡെപ്യൂട്ടി മേയർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.